ഓക്കെ, ഹലോ എവരിബഡി. അപ്പൊ നമ്മൾ ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന മഹാസാഗരം നമ്മൾ നീന്തി 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 നമ്മൾ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീന്തി നീന്തി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൾച്ചറിന്റെ ഭാഗത്താണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ത് മനോഹരമാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ. അതായത് പലയിടത്തും പല ആചാരങ്ങളും, അങ്ങനെ പല ആചാരങ്ങളും കൂടി ചേരുന്നതാണല്ലോ, പല രീതികളും സംസ്കാരങ്ങളും കൂടി ചേരുന്നതാണല്ലോ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം സവിശേഷത ആക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ തുടങ്ങി അങ്ങനെയാണ് കൾച്ചർ ഡെവലപ്മെന്റ് വന്നത്. അതിൽ നിന്ന് പിന്നെ ഓരോ കൾച്ചറായിട്ട് ഡെവലപ്പായി നമ്മുടെ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ കൾച്ചർ രൂപം കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആ സിനിമയിൽ എന്തൊരു കുത്താണല്ലേ, അങ്ങനെ വിരലും മടക്കിയിട്ട് ആ താത്ത നമ്മുടെ കുത്തിയത്. അയ്യോ സോറി ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സിനിമയിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റാളെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൾച്ചർ തന്നെയാണ്, പക്ഷെ ഇന്ത്യൻ കൾച്ചറും വെസ്റ്റേൺ കൾച്ചറും മോഡേൺ കൾച്ചറും ഒന്നല്ല, ഓർഗനൈസേഷൻ കൾച്ചർ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് കൾച്ചർ രൂപം കൊള്ളുന്നത്. അതായത് ഇതിപ്പോ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് മാത്രമല്ല, നമ്മുടെ വീട്, ഓരോ കുടുംബത്തിനും ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ കൾച്ചറുള്ള പോലെ ബിസിനസ്സുകൾക്കും കൾച്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെ കൾച്ചർ എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നതിന് 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം എന്ന് പറയുന്നത് സിംബൽസ് ആൻഡ് റിച്വൽസ് ആണ്. അപ്പൊ ഈ സിംബൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ വലിയൊരു ബാഡ്ജ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ലോഗോ, അതൊരു സിംബലാണ്. ആ ലോഗോയിലൂടെ നമ്മൾ ഏത് കമ്പനിയാണെന്ന് തിരിച്ചറിയണം. ഇപ്പൊ നമ്മുടെ മെക്ഡൊണാൾഡ്സിന്റെ എം, ഇത് മെക്ഡൊണാൾഡ്സിന്റെ എം അല്ല, ഞാൻ വരച്ച എം ആണ്. ഓക്കെ, അപ്പൊ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഈ എം കണ്ടാൽ തന്നെ നമുക്കറിയാം മെക്ഡൊണാൾഡ്സ് ആണ്. പിന്നെ ഡൊമിനോസിന്റെ ലോഗോ, അതുപോലെ അഡിഡാസിന്റെ 3 കുറ്റി എന്ന് പറയാമോ എനിക്കറിയില്ല. ചിലപ്പോ അഡിഡാസിന്റെ ആൾക്കാർ കേട്ടാൽ ചിലപ്പോ എന്നെ വച്ചേക്കില്ല. അപ്പൊ ഇത് നമ്മൾ ഇവിടെ പറയുന്നത് ഇവിടെ തന്നെ മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഏത് കമ്പനിയാണ് ഏത് ബിസിനസ് ആണെന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ റിച്വൽസ്. ഈ റിച്വൽ എന്ന് പറയുമ്പോൾ പൂജയുണ്ട്, നമ്മുടെ മണിയടിച്ചും പിന്നെ ആരതി കാണിച്ചും. അതായത് ആരതി എന്ന് പറഞ്ഞാൽ ഈ തീ കർപ്പൂരം ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒഴിയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ പള്ളിയിലാണെങ്കിലും ഈ പനിനീര് തെളിക്കലും പിന്നെ വൈനും പിന്നെ അപ്പം അതൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ എനിക്കറിയുള്ളൂ. ഓക്കെ, അപ്പൊ ആ റിച്വൽസും അല്ല, ഇപ്പോ കമ്പനിയിൽ ഓരോ ദിവസവും ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു, അതായത് എങ്ങനെയാണ് അവര് ഓരോ ദിവസവും തുടങ്ങുന്നത്, പിന്നെ ആ പോണ രീതിയിലുള്ള റൂട്ടീൻസ്, അതിനെയാണ് ഈ റിച്വൽസ് എന്ന് പറയുന്നത്. വെരി ഫണ്ണി അല്ലേ നമ്മുടെ ക്ലാസ്. രണ്ടാമത് വരുന്നത് ഷെയർഡ് ബിലീഫ്സ്. ഈ ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസം. അതായത് ഇതിപ്പോ ഞാൻ മാത്രം വിശ്വസിക്കുന്നതല്ല, ഒരു കൂട്ടം ആളുകൾ ഒരേ കാര്യത്തിൽ വിശ്വസിച്ച് പോകുമ്പോൾ നമുക്ക് പറയാം ഇവരുടെ കൾച്ചർ എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ ഷെയർഡ് ബിലീഫ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ കുറച്ച് അന്ധവിശ്വാസങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അതായത് പോണ വഴിയിൽ ഒരു മൈനിനെ കണ്ട നമുക്ക് ബാഡ് ലക്ക്, പകരം ഒന്നിനെയും കൂടി കണ്ട ഗുഡ് ലക്ക്. ഇനി ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോ ഒരു മൈനേനെ കണ്ടു, അയ്യോ, അപ്പൊ നമ്മളത് പേടിച്ചിട്ട് എന്ത് ചെയ്യും, അയ്യോ മറ്റേ മൈന വേഗം വാ എന്ന് പറഞ്ഞ് മറ്റേ രണ്ടാമത്തെ മൈനേനെ കാണുമ്പോഴേക്കും നമ്മുടെ സമാധാനമാവും. ഇതുപോലെ ഒരു കുട്ടി ഒരിക്കൽ പോയതാണ്, ഇങ്ങനെ സ്കൂളിൽ പോണ വഴിക്ക് ഒരു മൈനേനെ കണ്ടു, അയ്യോ ഇന്ന് പ്രശ്നമായല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പേടിച്ച് പോവാണ്. അതായത് പേടിച്ച് പതുക്കെ എല്ലായിടത്തും എവിടെയെങ്കിലും ഒരു മൈനേനെ കാണണേ എന്ന് ചോദിച്ചിട്ട് അവസാനം ഒരെണ്ണത്തിന് കണ്ടു, രണ്ടെണ്ണത്തിന് കണ്ടല്ലോ, സമാധാനായി. പക്ഷെ എന്തായി, സ്കൂളിൽ എത്തിയപ്പോഴേക്കും സാറിൻ്റെ ചീത്ത കേട്ടു, വൈകിയെത്തിയതിന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതാണ്. അപ്പൊ വിശ്വസിക്കുമ്പോൾ സൂക്ഷിച്ച് വിശ്വസിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ ഒരു കൂട്ടം ആളുകൾ എന്ത് വിശ്വസിച്ചിട്ടാണോ ഓരോ ദിവസം അവർ പണി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നത് എന്നതിനെയാണ് ഈ ഷെയർഡ് ബിലീഫ്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ബിഹേവിയറൽ നോംസ്. ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കണം,
മിണ്ടാതിരുന്നിട്ട് ക്ലാസ് ശ്രദ്ധിക്കുന്നു. ഓക്കെ, അതാണ് ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ രീതി. അങ്ങനെയാണ് ആൾക്കാർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും നന്നായിട്ട് ക്യാമറയിലേക്ക് ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ക്ലാസ്സിലത്തെ ബിഹേവിയറൽ നോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പനിയിലെ ആളുകൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. അതായത് ഇവിടെ ഇങ്ങനെയാണ് ബൈ എന്ന് പറയുന്നത് പോലെ ഓരോ കമ്പനിയിലും ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിനെയാണ് ബിഹേവിയറൽ നോംസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾസ് ആൻഡ് റിച്വൽസ്, ഷെയർഡ് ബിലീഫ്സ്, ബിഹേവിയറൽ നോംസ്, ഇതൊക്കെ കൂടി ഉണ്ടായ ഒരു കൾച്ചർ അങ്ങ് ഫോമായി. പിന്നെ ഇപ്പോ ഈ ഫാക്ടേഴ്സ്, ഒരു സംഭവത്തിനെ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ, അതിനുള്ള ഫാക്ടേഴ്സ്, ഇത് നമ്മൾ ഈ കോഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ വാക്ക് കേട്ടോണ്ടിരിക്കും. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഫേവററ്റ് വാക്ക് തന്നെയായി മാറിയേക്കാം. ഓക്കെ, പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ കൾച്ചർ എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് വിലയിരുത്താനും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ആദ്യം വരുന്ന ഫാക്ടറാണ് കമ്പനിയുടെ സൈസ് എന്ന് പറയുന്നത് കമ്പനിയുടെ സൈസ്, അല്ലാതെ അവിടുത്തെ ആൾക്കാർ ഇട്ടുന്ന ഷർട്ടിന്റെ സൈസോ പിന്നെ അവരുടെ പാൻറ്റിന്റെ സൈസോ അല്ലാണ്ട് അവരുടെ ഹൈറ്റോ അതൊന്നുമല്ല. വെരി ഫണ്ണി അല്ലേ, എന്താ ചെയ്യുക. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, അതായത് ഓണർ മാനേജ് ബിസിനസ് ആണെങ്കിൽ, നമ്മുടെ കോഫി ഷോപ്പ് പോലെ ഞാനാണ് ഓണർ, അപ്പോൾ സ്റ്റാഫും കുറവാണ്, അവരുടെ കൾച്ചറും പിന്നെ വലിയൊരു കോർപ്പറേഷൻ എടുക്കാണ്. ഇപ്പൊ നമ്മുടെ കോഫി ഷോപ്പിൽ നമുക്ക് സ്റ്റാർബക്സുമായിട്ട് കമ്പയർ ചെയ്യാം. സ്റ്റാർബക്സിലത്തെ ഈ കൾച്ചർ എന്തായിരിക്കും, അതിന്റെ സൈസും കൂടുതലാണ്. കാരണം ഷെയർ ഹോൾഡേഴ്സ്, മാനേജേഴ്സ് മാത്രമല്ല, ഓരോ ആൾക്കാരും ഉണ്ട്, കുറെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവിടെ ഫോളോ ചെയ്യണ കൾച്ചർ പോലെ ആയിരിക്കില്ല അവിടെ നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ ആൾക്കാർക്ക് ചിലപ്പോൾ യൂണിഫോം ഉണ്ടാവില്ല, ആൾക്കാർക്ക് ക്യാഷ്വൽ ഇട്ടിട്ട് വരാം, അങ്ങനെ വരാന്ന് നമുക്കൊരു ചെറിയ ബിസിനസ്സിലാക്കാം. പക്ഷെ വലിയ ബിസിനസ്സിൽ പോകുമ്പോൾ ചിലപ്പോൾ ഈ അവർക്ക് ഡ്രസ് കോഡ് ഉണ്ടാവും, അതായത് ഫോർമൽ അറ്റയർ, ഷൂസ്, ബ്ലാക്ക് ഷൂ, ബ്രൗൺ ഷൂ, അങ്ങനെയൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഫാക്ടറാണ് സൈസ്. പിന്നെ വരുന്നത് ഡൈവേഴ്സിറ്റി. ഓക്കെ, ഇപ്പൊ നമുക്ക് ടാറ്റയുടെ കാര്യം എടുക്കാം. ഈ ടാറ്റ എന്ന് പറഞ്ഞ ആ കോർപ്പറേഷൻ സ്റ്റീലുണ്ട്, പിന്നെ മോട്ടോഴ്സ്, അതുപോലെ തന്നെ കൺസൾട്ടൻസി സർവീസ്, TCS, അങ്ങനെ പല തരത്തിലുള്ള സർവീസസും പ്രൊഡക്ട്സും അവരായിട്ട് ഇറക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ടാറ്റ പ്ലേ എന്ന് പറഞ്ഞൊരു OTT പ്ലാറ്റ്ഫോം എവിടെ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ടാറ്റ പ്ലേയോ ടാറ്റ ന്യൂവോ, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്തായാലും ഓക്കെ, അപ്പൊ അതിനെയാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ സ്ഥാനത്തിൽ, അല്ല സ്റ്റീലിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവരുടെ കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ്. കാരണം വലിയൊരു കോർപ്പറേഷൻ ആണ്, അപ്പൊ ഓരോരുത്തരും ഓരോ പോലെ പെരുമാറിയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. നേരെ മറിച്ച് നമ്മുടെ കോഫി ഷോപ്പ് ആണെങ്കിലോ എല്ലാതും ഒരേ കാര്യം തന്നെയാണ്. അതായത് കോഫി ഉണ്ടാക്കുന്നു, സ്നാക്സ് ഉണ്ടാക്കുന്നു, ബാക്കി പലതും ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അതിന്റെ കൾച്ചർ എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, ഒരേപോലെ ആയിരിക്കും ആളുകൾ ചെയ്യുന്നത്. പിന്നെ ഏജ്. ഇപ്പോൾ വലിയൊരു കമ്പനിയിൽ സീനിയർ ഒഫീഷ്യൽസ് ഒക്കെ ഇപ്പോൾ നല്ല പ്രായമുള്ളവരാണ്, എൽഡർലി പീപ്പിൾ ആണെങ്കിൽ തന്നെ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ ഹെൽത്ത് ഇഷ്യൂസും പിന്നെ അവരുടെ കാര്യങ്ങൾ, ഇപ്പോൾ റിട്ടയർമെന്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, ആ കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് ചെറുപ്പക്കാരാണ്, ഒരു 20 to 30 ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലോ അവർക്ക് കൂടുതലായിട്ട് ലൈഫ് എൻജോയ് ചെയ്യണം, കുറെ നേരം വർക്ക് ചെയ്യാനും താല്പര്യമില്ല. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് കൊടുക്കാം, ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നതിന് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രായം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ വരുന്നത് ടെക്നോളജി. ഇപ്പോൾ ടെക്നോളജി നന്നായിട്ട് വർക്ക് ചെയ്യും ഒരു IT കമ്പനി. IT-യിലാണെങ്കിൽ പേരിൽ തന്നെയുണ്ട് ഇൻഫോർമേഷൻ ടെക്നോളജി. അപ്പോൾ അവർക്ക് വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് കൂടുതലും കമ്പ്യൂട്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തതായിരിക്കും, ചിലപ്പോൾ ഓട്ടോമേറ്റഡ് ആയിരിക്കും. അതായത് ഹ്യൂമൺ എഫേർട്ട് അധികം വേണ്ടാത്തൊരു മേഖല തന്നെ ആയിരിക്കാം. ഓക്കെ, അവിടുത്തെ വർക്ക് കൾച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ വരുന്നത് ഓർഗനൈസേഷൻ ഹിസ്റ്ററി. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന് പറയാണ്, പണ്ടിന്റെ
അച്ഛൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അപ്പൂപ്പനൊരു ആശയമുണ്ടായിരുന്നു. ആ ആശയത്തിലൂടെ ചെറിയൊരു ചായക്കട തുടങ്ങി. ആ ചായക്കട ഞാൻ വളർത്തി വലുതാക്കി ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ കാണുന്ന കോഫി ഷോപ്പാക്കി മാറ്റി. ഓക്കെ, അപ്പോ എൻ്റെ അപ്പൂപ്പൻ എന്ത് ചെയ്തു, എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്താണോ ചെയ്തത്, ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ആൾക്കാർക്ക് ഇരിക്കാൻ നല്ല കസേര ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വന്നവർക്ക് വലിയ ഡിസ്കൗണ്ട്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് വേണം ഇപ്പൊ ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നതും ശരിയായി നടത്താൻ. അതായത് എൻ്റെ ആൾക്കാരും എൻ്റെ സ്റ്റാഫും അത്രയും നന്നായിട്ട് ആൾക്കാരെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഈ ഓർഗനൈസേഷൻ ഹിസ്റ്ററി, നമ്മുടെ ഹിസ്റ്ററി തന്നെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണല്ലോ. ഓക്കെ, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ ഹിസ്റ്ററി വെച്ചിട്ട് വേണം ആൾക്കാരെ എങ്ങനെ ചെയ്യുന്നു, ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതന്നെ നമുക്ക് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് ഓണർഷിപ്പ്. ഇപ്പൊ വലിയ കമ്പനിയിലൊക്കെ മുകളിലിരിക്കുന്ന ആളായിരിക്കും ഇവിടെ ഇങ്ങനെയാണ് വേണ്ടത്, അങ്ങനെ വേണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മറിച്ച് ചിന്തിക്കരുത്, ഒറ്റ ഈ വഴി തന്നെ നിങ്ങൾ പോകണം എന്നൊക്കെ തീരുമാനിക്കാൻ മുകളിൽ ഒരാൾ ഇന്ന് ഓർഡർ കൊടുക്കുന്നുണ്ടാവും ആണ്. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് മറിച്ച് പറയാനൊന്നും പറ്റിയെന്ന് വരില്ല. നേരെ മറിച്ച് ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ, അതായത് ഒരാൾ മാത്രമല്ല, ആളുടെ കൂടെയും പലരും ഉണ്ടെങ്കിൽ ചിലപ്പോൾ പല ഇളവുകളും നമുക്ക് കിട്ടിയെന്ന് വരും. ഓക്കെ, ഇപ്പൊ ചില കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സും അത് ഡയറക്ടേഴ്സും ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ ഫാമിലി ഓൺ ബിസിനസ് ആണെങ്കിൽ തന്നെ. ഓക്കെ, അപ്പൊ പിന്നെ ഇതിനായിട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല, എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പോൾ സൈസ്, ഡൈവേഴ്സിറ്റി, ഏജ്, ടെക്നോളജി, ഓർഗനൈസേഷൻ ഹിസ്റ്ററി, ഓണർഷിപ്പ്, ഇതൊക്കെയാണ് ഒരു കമ്പനിയുടെ കൾച്ചറിനെ വിലയിരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഓർഗനൈസേഷൻ കൾച്ചർ എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് 3 പേര് വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെ നടത്തിയിട്ടുണ്ട്. അതായത് അവർ കൊണ്ടുവന്ന തിയറീസും തീസിസും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള പല മോഡൽസും ഇപ്പോൾ ഉണ്ട്. അതിൽ ആദ്യത്തെ മോഡൽ നമ്മൾ പഠിക്കുന്നത് എഡ്ഗാർ ഷെയ്ൻസ് ഓർഗനൈസേഷൻ കൾച്ചർ മോഡൽ. അപ്പോൾ ഈ എഡ്ഗാർ ഷെയ്ൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, 3 ലെയറായിട്ട് ചെയ്തു. അതായത് ഈ 3 ലെയറും കൂടിയിട്ടാണ് ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത് എന്നൊക്കെയാണ് എഡ്ഗാർ ഷെയ്ൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഓരോ ലെയറും നോക്കാം. ആദ്യം വരുന്നത് ആർട്ടിഫാക്ട്സ്. ഈ ആർട്ടിഫാക്ട്സ് എന്ന് ചിലപ്പോൾ നമ്മൾ കൊളോക്കിയലി പറയുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഷോക്കേസ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാൾ ഷോക്കേസിൽ കുറെ ദൈവങ്ങളുണ്ട്, വലിയ ഭക്തിയുള്ള ആളാണ്. പിന്നെ ഇപ്പുറത്തെ വേറൊരു വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരാള് കുറെ സ്റ്റാച്യൂസിന്റെ മിനിയേച്ചർ, അതായത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മിനിയേച്ചർ, ബുദ്ധൻ, മറ്റേ വലിയൊരു ബുദ്ധ വിഗ്രഹം ഉണ്ടല്ലോ ഹൈദരാബാദില്, അതിലത്തെ ഒരു മിനിയേച്ചർ. വാവ്, ട്രാവൽ ആൻഡ് ടൂറിസം കായി. ഓക്കെ, അപ്പൊ ഈ ഷോക്കേസിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരാളുടെ കാര്യം നമുക്ക് വിലയിരുത്താൻ പറ്റും. അതായത് ആളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, ആൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ കമ്പനിക്കും ഉണ്ടാവും ഇങ്ങനത്തെ എന്തെങ്കിലും, അതായത് ഷോക്കേസ് ഒന്നുമല്ല, സോറി തിരിഞ്ഞുപോയി, ഷോക്കേസിലെ ഷോ പീസുകളൊന്നുമല്ല, അഗെയിൻ വെരി ഫണ്ണിയാ. ഓക്കെ, അതായത് ഇതിന്റെ വിസിബിൾ എൻവയോൺമെന്റ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കോഫി ഷോപ്പിന്റെ ചുറ്റുവട്ടത്ത് വലിയൊരു ഗാർഡൻ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല മനോഹരമായ ഗാർഡൻ, ഇത് നമ്മുടെ കോഫി ഷോപ്പാണ് എന്ന ആൾക്കാർക്ക് തിരിച്ചറിയുന്നു. അതും ഒരു ആർട്ടിഫാക്റ്റിൽ പെടുന്നതാണ്. ഓക്കെ, പിന്നെ ആർക്കിടെക്ചർ, ലേ ഔട്ട്, അതുപോലെ പലതും. ഇതല്ലാതെ തന്നെ നമ്മുടെ സ്റ്റാഫിന്റെ യൂണിഫോം. ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്റ്റാഫിന്റെ യൂണിഫോമിൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ ലോഗോയും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവർക്ക് മനസ്സിലാവും ഇതാ കമ്പനിയിലത്തെ സ്റ്റാഫ്, ഇത് മറ്റേ കമ്പനിയിലത്തെ സ്റ്റാഫ്, അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ഏത് കമ്പനിയാണ്, ഇത് ബിസിനസ് ആണെന്ന് തിരിച്ചറിയാനുള്ള ഫാക്ടേഴ്സ് ആണ്. അതിനെയാണ് നമ്മൾ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിഫാക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഡാറ്റ ഈസ് ഈസി ടു കളക്ട് ബട്ട് ഡിഫിക്കൾട്ട് ടു ഇന്റർപ്രറ്റ്. അതായത് ഇത് കളക്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കി നടത്താൻ വളരെ എളുപ്പമാണ്. അതായത് യൂണിഫോം കണ്ടുല്ലോ, യൂണിഫോം ഇന്ന കമ്പനിയുടെ ആളാണ്, ഓക്കെ, എളുപ്പത്തിൽ മനസ്സിലായി. പക്ഷെ ഇത് ചിലപ്പോഴൊക്കെ ഇതെങ്ങനെയാണ് യൂണിഫോം, അതായത് ഇപ്പോൾ ജൂനിയർ ലെവൽ സ്റ്റാഫിന്റെ യൂണിഫോം ഇങ്ങനെയായിരിക്കും, മറ്റേ ചിലപ്പോൾ തൊട്ട് മുകളിലുള്ള സീനിയർ ലെവൽ സ്റ്റാഫിന്റെ യൂണിഫോം ചിലപ്പോൾ വേറെ ഡിസൈൻ ആവാം, വേറെ തരത്തിലാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ ആർട്ടിഫാക്ട്സിനുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറിലേക്ക് വരാം. അത് പറയുന്നത് എസ്പൗസ്ഡ് വാല്യൂസ്, അല്ലെങ്കിൽ വെറും വാല്യൂസ് എന്ന് പറഞ്ഞാലും മതി. ഇത് നമ്മളൊരു ഭംഗിക്ക് എസ്പൗസ്ഡ് എന്ന് പറയും. ഓക്കെ, ഈ വാല്യൂസ് എന്ന് പറയുന്നത് the reasons and or rationalizations why members behave the way they would. Okay, ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാൻ നമുക്ക് പ്രിൻസിപ്പൽ ഉണ്ട്, ഒരു കയ്യിലൊരു ചൂരലുണ്ടാവും. ഓക്കെ, അപ്പൊ അതും പേടിച്ചിട്ട് എന്താണ്, അതെങ്കിലും പേടിച്ചിട്ട് നമുക്ക് കുട്ടികൾ മര്യാദയ്ക്ക് പെരുമാറൂലോ എന്നുള്ളൊരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ അവർ വാല്യൂ ചെയ്യുന്നത് ഡിസിപ്ലിൻ ആണ്. ഓക്കെ, നമ്മളിങ്ങനെ മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ചീത്ത പേരും വലിയ ചീത്ത കേൾക്കാതെ നമുക്ക് ആൾക്കാരുടെ ചീത്തയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ആൾക്കാരോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഇപ്പോൾ കമ്പനി ആണെങ്കിലോ ഏറ്റവും നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതിനനുസരിച്ച് അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ വാല്യൂ എന്ന് പറയുന്നത് പ്രോഫിറ്റ്സ് ആണ്. ഇപ്പൊ നമ്മുടെ കോഫി ഷോപ്പിൽ കസ്റ്റമേഴ്സിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണം, നല്ല ഭക്ഷണം കൊടുക്കണം, ആരും നമ്മുടെ ഭക്ഷണത്തിന് മോശം പറയരുത്. കുടിക്കാൻ പോയി ഇതെന്തുട്ടൊക്കെ ചെയ്ത് ഇങ്ങനെയാണ് കാപ്പി ഉണ്ടാക്കണേ എന്ന് ആരും നമ്മളോട് ചോദിക്കാതിരിക്കണം. അതാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യണു, മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇനി മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് അണ്ടർലൈങ് അസംഷൻസ് ആണ്. ഇത് കണ്ട, ഇത് ഏറ്റവും താഴെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം, ഈ ആർട്ടിഫാക്ട്സിന് ഏറ്റവും മുകളിലാണ്. അതായത് നമ്മുടെ കമ്പനിയുടെ ലോഗോ എല്ലാവരും കാണുന്നു, അപ്പോൾ അതെല്ലാവരും കാണും. പിന്നെ എസ്പൗസ്ഡ് വാല്യൂസ്, അത് നമുക്ക് ഒന്ന് ചോദിച്ചറിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് സെക്കൻഡ് ലെയർ. ഈ തേർഡ് ലെയർ ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഏറ്റവും താഴെ ഇട്ടിരിക്കുന്നത്. അതിനാണ് അണ്ടർലൈയിങ് അസംഷൻസ്. അണ്ടർ, ഏറ്റവും താഴെ. നൈസ്, പഠിക്കാൻ നല്ലൊരു ഇങ്ങനെ ഓർത്താൽ മതി, അണ്ടർ ഏറ്റവും താഴെ. ഗുഡ്. ഓക്കെ, അപ്പൊ ഈ അണ്ടർലൈയിങ് അസംഷൻസ് എന്ന് പറഞ്ഞ് നമുക്ക് കുറെ വിശ്വാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മള് കുട്ടിക്കാലത്ത് കേട്ടിരിക്കുന്ന കുറെ അന്ധവിശ്വാസങ്ങൾ തന്നെ. ഇപ്പൊ സന്ധ്യ കഴിഞ്ഞ് വിസിലടിച്ചാൽ പാമ്പ് വരും. അതുപോലെ തന്നെ രാത്രി വൈകി രാത്രി നേരത്തെ കിടന്നുറങ്ങിയില്ലെങ്കിൽ കോക്കാച്ചി വന്ന് പിടിക്കും. പിന്നെ പോണ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത പൂച്ച അങ്ങോട്ട് പാസ്സായി, അപ്പൊ എന്തായി? ഇന്നത്തെ ദിവസം പോക്ക്. ഓക്കെ, ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ ഞാനും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഒരു കാര്യം കഴിഞ്ഞപ്പോ ഞാനിങ്ങോട്ട് ചിന്തിച്ചു നോക്കി, നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം വിസിലടിച്ച പാമ്പ് വരും അല്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ പാമ്പ് എന്താണ് ഈ റേസിനൊക്കെ ഓണിയമാക്സ് വിളിച്ചിട്ട് എന്നിട്ട് വിസിലടിക്കും, അപ്പോഴാണ് നമ്മൾ ഓടാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഓണിയമാക്സും വിളിച്ചിട്ടാണോ ആ പാമ്പ് അവിടെ നിൽക്കണേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അതായത് ഇപ്പൊ ശരി, പാമ്പിപ്പോ പോവാൻ നിൽക്കാണ്, അയ്യോ ആരും വിസിലടിച്ചില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം, ആരോ വിസിലടിച്ചു, ഇനി നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഒരു പാമ്പും അങ്ങനെ വിചാരിക്കില്ല. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച പാസ് ചെയ്തു. ഇപ്പൊ സാധാരണ ആൾക്കാര് ഇപ്പൊ നടന്നു പോകുമ്പോൾ വേറൊരാൾ പാസ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യില്ല. ഓക്കെ, നമ്മളൊന്നും ചെയ്യില്ല, അവരവരുടെ കാര്യം നോക്കി നടന്നു പോകും. അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഒരു പൂച്ച, അത് കറുത്തതോ വെളുത്തതോ ആയിരിക്കോട്ടെ, ആ പൂച്ച അങ്ങോട്ട് പാസ് ചെയ്തു എന്ന് വെച്ചിട്ട് ആ പൂച്ചയുടെ കാര്യത്തിന് പോണതാണ്. അതായത് അതെ, ഇതേ ഒരാള് വരുന്നുണ്ട്, ഇങ്ങനെ നമുക്ക് ഇയാളുടെ ദിവസം നമുക്ക് ഇന്നത്തെ ദിവസം പോക്ക് എന്ന് ഇയാളെ കൊണ്ട് പറയിപ്പിക്കാം, നമുക്ക് ആളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ നീങ്ങാം. അങ്ങനെ ഒരു പൂച്ചയും വിചാരിക്കില്ല. അപ്പോ ഇതൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ വളർന്നു വന്നത്.
ഇപ്പൊ രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങി കോക്കാച്ചി വന്ന് പിടിക്കുന്നുള്ള വിശ്വാസം നമ്മളിലുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പോയി കിടന്നുറങ്ങി. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ എന്തൊക്കെയാണ് ആൾക്കാർക്ക് ഉണ്ടാവുന്ന വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ അവരെങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു, അവരെങ്ങനെ ചിന്തിക്കുന്നു എന്ന് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് അണ്ടർലൈങ് അസംഷൻസ് എന്ന് പറയുന്നത്. ഇവരുടെ വിശ്വാസം ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും അവര് ഓരോന്ന് ചിന്തിക്കണതും ഓരോന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫൺ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണു, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മൾ കരുതും. പക്ഷേ ദീസ് ആർ ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് വാല്യൂസ് ആൻഡ് ആക്ഷൻസ്. അതാണ്. ചിലപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഈ ഒരു ബിലീഫ് അല്ലെങ്കിൽ അസംഷൻസിലൂടെയാണ് ആൾക്കാർ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിഫാക്ട്സ്, എക്സ്പോസ്ഡ് വാല്യൂസ്, പിന്നെ അണ്ടർലൈങ് അസംഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് എഡ്ഗാർ ഷെയ്ൻ്റെ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പലരും ഇപ്പോൾ ഹോളിവുഡ് ഹിസ്റ്ററി ഫിലിംസ്, മിത്തോളജിക്കൽ ഫിലിംസ് കാണുമ്പോഴും അതിൽ പല സിനിമകളിലും ഗ്രീക്ക് മിത്തോളജി ആയിട്ട് റെഫറൻസസ് ഉണ്ട്. അപ്പോൾ ആ ഗ്രീക്ക് മിത്തോളജിയിൽ വരുന്ന 4 ഗോഡ്സ് ആണ് സിയൂസ്, അപ്പോളോ, അഥീന, ഡയോണൈസസ്. ഓക്കെ, അപ്പോൾ ഇവർ ഓരോരുത്തർക്കും ഓരോ രീതികളും പിന്നെ ഓരോരുത്തരും ഓരോന്നിൻ്റെയും ദൈവങ്ങളാണ്. ഇതൊക്കെ വച്ചിട്ട് ചാൾസ് ഹാൻഡി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ ഒരു മോഡൽ ഉണ്ട്. അതായത് 4 തരത്തിലുള്ള കൾച്ചർ ഉണ്ട്. ആ ഓരോ കൾച്ചറിനെയും ഓരോ ഗ്രീക്ക് ഗോഡിന്റെ, ഗ്രീക്ക് ദൈവങ്ങളുടെ ക്യാരക്ടർ പേരും ആ ക്യാരക്ടറിനനുസരിച്ച് ചേരുന്ന ദൈവങ്ങളുടെ പേരും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് പലപ്പോഴും കേട്ട് പരിചയമുള്ള പേരാണ് സിയൂസ്. അപ്പൊ സിയൂസ് എന്ന് പറയുന്നത് നമ്മുടെ ദൈവങ്ങളുടെ ദ കിങ് ഓഫ് ഗോഡ്സ്. ഓക്കെ, അപ്പൊ ഈ സിയൂസിന്റെ മെയിൻ കിങ് ഓഫ് ഗോഡ് ആയതിന്റെ കാര്യം അങ്ങയുടെ കയ്യിൽ പവർ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിലൂടെയാണ് ഈ പവർ കൾച്ചർ എന്ന് പറയുന്നത്. അതായത് എന്ത് കാര്യങ്ങളും മുകളിലിരിക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു കൾച്ചർ. അതായത് മുകളിലിരിക്കുന്ന ആള് എന്തും തീരുമാനിക്കും, അതനുസരിച്ച് താഴെയുള്ളവരും പ്രവർത്തിക്കണം. ഓക്കെ, അപ്പൊ ഒരു രാജാവാകുമ്പോൾ അങ്ങനെയാണല്ലോ. ഒരു രാജാവിന്റെ സാമ്രാജ്യത്തിൽ ആ രാജാവ് എന്തും കൽപ്പിക്കുന്നോ അതനുസരിച്ച് താഴെയുള്ള മന്ത്രിമാരും പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതനുസരിച്ച് പ്രവർത്തിക്കണം. ഓക്കെ, അതിനെയാണ് പവർ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പവർ കൾച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺട്രപ്രണറിയൽ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പഠിച്ചുവല്ലോ, അത്തരം ഓർഗനൈസേഷൻസ് റൺ ചെയ്യുന്നത്, അതും അല്ലെങ്കിൽ ഫാമിലി ഓൺ ബിസിനസ്. ഇപ്പോൾ ഏറ്റവും മുതിർന്നവരായിരിക്കും നമ്മുടെ തലപ്പത്തിരിക്കുന്നത്, തൊട്ട് താഴെ അവരുടെ മക്കള്, മരുമക്കള്, ചിലപ്പോൾ പേരക്കുട്ടികള് ഫ്രഷറായിട്ട് കയറി ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ മുകളിലിരിക്കുന്ന ആള് കമാൻഡ് കൊടുക്കുന്നു, താഴെയുള്ളവർ അത് കേട്ട് അനുസരിക്കുന്നു. അതിനെയാണ് പവർ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നത് അപ്പോളോ. കേട്ടിട്ടുണ്ടാവും, അപ്പോളോ ടയേഴ്സ്, പിന്നെ അപ്പോളോ ഹോസ്പിറ്റൽ, അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. പക്ഷെ ആ അപ്പോളോ അല്ല. ഓക്കെ, ഈ അപ്പോളോ എന്ന് പറയുന്നത് അപ്പോളോ ഇസ് ദ ഗോഡ് ഓഫ് ഹാർമണി ആൻഡ് ഓർഡർ. ഇത് നമ്മുടെ ചായക്കടയിലും മറ്റേ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കൊടുക്കണ ഓർഡർ, ആ ഓർഡർ അല്ല. അഗൈൻ വെരി ഫണ്ണിയാ. അപ്പോൾ ആ ഓർഡർ അല്ല. ഇപ്പോൾ എല്ലാം മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്, എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട് എന്നതിനെയാണ് ഹാർമണി ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ദൈവമാണ് ഈ അപ്പോളോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്പോളോയുടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് റോൾ. അപ്പോൾ ഈ റോൾ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും വൃത്തിയായിട്ടും വെടുപ്പായിട്ടും ചെയ്തുകൊണ്ട് പോകണം എന്നുള്ള ഒരു സ്ട്രക്ചർ ഓൾറെഡി ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മലയപ്പുഴ സാമ്രാജ്യത്തിലെ നിയമക്കുട്ടന്റെ താഴെയുള്ള അവരുടെ മന്ത്രിസഭയോ അല്ലെങ്കിൽ കമ്മിറ്റികളിൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഈ ഇന്ന പ്രൊസീജിയറിലൂടെ ആളുകൾ കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറായി. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഇവരെങ്ങനെ ആളുകളോട് പ്രവർത്തിക്കണം, എങ്ങനെ ആളുകളോട് കൈമാറണം, ആളുകളോട് സംസാരിക്കണം, എന്തൊക്കെയാണ് ഇവരുടെ റോൾസ് എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ഓർഗനൈസേഷനിൽ നമ്മൾ ഈ റോൾ കൾച്ചർ ഫോളോ ചെയ്യുന്നു. ഓക്കെ, പിന്നെ വരുന്നത് അഥീന.
ഈ പടം കണ്ടാൽ തന്നെ അറിയാം, ഒരു ഒരു കുന്തമുണ്ട്, ഒരു പരിചയമുണ്ട്. അപ്പൊ തന്നെ പറയാം ഒരു യോദ്ധാവാണ്. ഷീസ് എ വാരിയർ ഗോഡസ്, അഥീന എന്ന് പറയുന്നു. അപ്പോൾ ഈ അഥീന എന്ന് പറയുന്നതിൻ്റെ ടാസ്ക്, അതായത് ചെയ്യുന്ന ടാസ്ക് മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്യണം, അതനുസരിച്ച് മര്യാദയ്ക്ക് ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് കണ്ടുവരുന്നത് നമ്മുടെ അക്കൗണ്ടൻസ് കൺസൾട്ടൻസി ഫേംസിലാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ആ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണം. അതിൽ കൂടുതൽ അതിന് പുറത്തേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ വഷളാവും. അപ്പോൾ അവരുടെ ലിമിറ്റ് വെച്ചിട്ട് അവർ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ടാസ്ക് കൾച്ചർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഡലിൽ അവസാനം വരുന്ന ദൈവമാണ് ഡയോണൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയോണൈസസ് ഫോക്കസ് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ, അതായത് ഓരോ വ്യക്തിയെയും ബാധിക്കുന്ന തരത്തിലുള്ളൊരു കൾച്ചർ. അതായത് ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഫ്രീലാൻസിങ്. അപ്പോൾ ഈ ഫ്രീലാൻസ് ആയിട്ട് ഞാൻ ഇപ്പോൾ ഒരാൾക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കി നടത്താനുള്ള കഴിവും ശേഷിയും എനിക്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനാണ് ഈ പേഴ്സൺ കൾച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ഗോഡ്സിനെയും പഠിച്ചു: സിയൂസ്, അപ്പോളോ, അഥീന, ഡയോണൈസസ്. ഈ ഓരോ ദൈവങ്ങളുടെ ട്രേറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ പല തരത്തിലുള്ള ഓർഗനൈസേഷൻ കൾച്ചറും അറിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ കൾച്ചറിന്റെ ഡിറ്റർമൈൻ ചെയ്യുന്ന മോഡൽസിലെ ഏറ്റവും അവസാനത്തെ മോഡലാണ് ഹോഫ്സ്റ്റെഡ്സ് കൾച്ചറൽ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോഫ്സ്റ്റെഡ് പറഞ്ഞിരിക്കുന്നത് 6 ഡയമെൻഷൻസ് ഉണ്ട്. ആ ഡയമെൻഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ എങ്ങനെയാണ്, അതായത് ഹൗ പീപ്പിൾ ഡു തിങ്സ്, അതാണ് കൾച്ചർ. അതെങ്ങനെയാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ 6 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം വരുന്നത് ഇൻഡൾജൻസ് വേഴ്സസ് റെസ്ട്രെയിന്റ്. അപ്പൊ ഈ ഇൻഡൾജൻസ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവനവന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം, അതിന് എന്ത് ചെയ്താലും കുഴപ്പമില്ല. അതായത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, പിന്നെ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു പേഴ്സണാലിറ്റീനെ ഇൻഡൾജന്റ് പേഴ്സണാലിറ്റി എന്ന് പറയും. അതായത് ഓക്കെ, പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ, അതായത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഒരു കൾച്ചറിനെ ഇൻഡൾജന്റ് കൾച്ചർ എന്ന് പറയാം. പിന്നെ റിസ്ട്രെയിൻ കൾച്ചർ എന്നുണ്ട്. ഈ റിസ്ട്രെയിൻ കൾച്ചർ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം, അതായത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ചെറിയൊരു റെസ്ട്രിക്ഷൻ ഇടും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ പോകുന്നു. ഓക്കെ, അത് എന്തിനാ? നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, എനിക്കത് പോയി കാണണം. അപ്പോൾ ഇൻഡൾജന്റ് ഉള്ള ആളായിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ശരി, പോയി കണ്ടോ, ജീവിതമല്ലേ, എൻജോയ് ചെയ്യേ എന്ന് പറഞ്ഞിട്ട്. ഈ റെസ്ട്രെയിന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? നാളെ ഈ പണി തീർക്ക്, ഈ പണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിനിമ ഒക്കെ പിന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പിടിച്ചു നിർത്തുന്നു. അതിനെയാണ് ഇൻഡൾജൻസ് വേഴ്സസ് റെസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ലോങ് ടേം വേഴ്സസ് ഷോർട്ട് ടേം. അപ്പൊ ഈ ഷോർട്ട് ടേം ഓറിയന്റേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിപ്പോ ആൾക്കാർ എന്തായിരിക്കും ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒന്നും മാറാൻ പോണില്ല, ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോവും. അതായത് അവർക്ക് അങ്ങോട്ട് മാറാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ എൻ്റെ കോഫി ഷോപ്പിന്റെ കാര്യത്തില് ആൾക്കാരെന്നും നമ്മുടെ ഈ കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കും. നാളെ ഇനിയിപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് അവരതിലേക്ക് മാറി അവരുടെ താല്പര്യം പോയി, അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് മാറാനുള്ള ഒരു മടി കാണിക്കുന്നവരാണ് ഷോർട്ട് ടേം ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ലോങ് ടേം നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈ ലോങ് ടേം ഓറിയന്റഡ് ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കാര്യങ്ങൾ മാറും. അതായത് ഇപ്പോൾ കാലം മാറുമ്പോൾ കോലവും മാറണം എന്ന് പറയണ പോലെ തന്നെ ഇപ്പൊ ആൾക്കാരുടെ താല്പര്യങ്ങളും മാറും. അതിനനുസരിച്ച് നമുക്കിവിടെ നിലനിന്ന് പോകണമെങ്കിൽ നമ്മളും പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും. അതിനെയാണ് ലോങ് ടേം ഓറിയന്റേഷൻ. അപ്പോൾ ഇതിലെ കൾച്ചർ എന്ന് പറയുന്നത് ഷോർട്ട് ടേം, അതായത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി, അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ലോങ് ടേം കൾച്ചർ ആണെങ്കിൽ എപ്പോഴും ആളുകൾ ഇനിയും മാറ്റങ്ങൾ വരാം, അതിനനുസരിച്ച് പ്രാക്ടിക്കലായിട്ട് നമുക്ക് നീങ്ങണം. അതിനെയാണ് ലോങ് ടേം ഓറിയന്റേഷൻ എന്ന് പറയുന്നത്.
അടുത്ത വരുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് മാസ്കുലിനിറ്റി വേഴ്സസ് ഫെമിനിറ്റി. ഓക്കെ, അപ്പോൾ ഒരു കാലം വരെ നമ്മുടെ നമ്മുടെ മെൻ അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ പുരുഷന്മാരൊക്കെ ഭയങ്കര ഡോമിനന്റ് ആണ്. ഓക്കെ, അവരാണ് പറയുന്ന അതോറിറ്റി. അങ്ങനെ ഡോമിനൻസ് കാണിക്കുന്ന ഒരു ഓറിയന്റേഷനാണ് മാസ്കുലിൻ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനത്തെ കൾച്ചർ ആണെങ്കിൽ ഭയങ്കര ഡോമിനന്റ് ആയിരിക്കും, ഭയങ്കര അസേർട്ടീവ് ആയിരിക്കും, തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു കൾച്ചറാണ് ഈ ഹോഫ്സ്റ്റഡ് പറഞ്ഞത് മാസ്കുലിൻ കൾച്ചർ. പിന്നെ ഫെമിനിറ്റി അത് ഓറിയന്റഡ് ആണെങ്കിൽ തന്നെ അവര് ചെയ്യുന്നത് ഓക്കെ, ആളുകളുടെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു കെയറിങ് മെന്റാലിറ്റി. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ പറഞ്ഞത് ഈ ആണുങ്ങളൊക്കെ ഡോമിനന്റ് പവർ കാണിക്കണവരും പിന്നെ ഫെമിനിൻ അതായത് സ്ത്രീകളൊക്കെ വളരെയധികം കെയറിങ് മെന്റാലിറ്റി ഉള്ളവരുമാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ എങ്ങനെയാണോ ഈ പവർ കാണിക്കുന്നതിനാണോ അതോ ആളുകളോട് അണ്ടർസ്റ്റാൻഡിങ് അതായത് ആളുകളെ മനസ്സിലാക്കി വേണ്ട കെയർ കൊടുക്കുന്നതിനെയാണോ, അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടായി. പക്ഷെ ഇപ്പൊ ഒരു ഫെമിനിസ്റ്റ് കൾച്ചർ വന്നതോടുകൂടെ ഇത് രണ്ടും തമ്മിൽ വലിയൊരു വേർതിരിവ് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതെത്രത്തോളം നമ്മുടെ കറണ്ട് സിനാരിയോയിൽ ഇതെത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തതിനെയാണ് അൺസർട്ടനിറ്റി അവോയ്ഡൻസ്. ഓക്കെ, ഈ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, അതായത് ഒരു കാര്യം നടക്കോ നടക്കില്ലേ, അത് നാളെ മഴ പെയ്യോ, അതായത് ഈ വരാനും വരാതിരിക്കാനും ചാൻസ് ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോ ഈ വരാനും വരാതിരിക്കാനും ഇതെന്ത് മഴയോ എന്ന് ചോദിക്കുന്ന പോലെ. അപ്പൊ ഈ മഴയുടെ കാര്യം വളരെ അൺസർട്ടൻ ആണ്. ഇപ്പൊ കാണുമ്പോൾ നല്ല വെയിലുണ്ട്, അടുത്ത നിമിഷം ചിലപ്പോ മഴ പെയ്തു എന്നിരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതായത് എന്താണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത കാര്യങ്ങളെയാണ് അൺസർട്ടനിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ചെയ്യണമെങ്കിൽ, അതായത് ഇതിന് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോ നമ്മളിപ്പോ ഇങ്ങനെ പുറത്തിറങ്ങാണ്, നല്ല വെയിലാണ്, ഓക്കെ, മഴയൊന്നും പെയ്യില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോണില്ല എന്ന് വെച്ചാൽ പോവും. പക്ഷെ അവസാനം എന്തായി, മഴ അങ്ങോട്ട് പെയ്തു. അപ്പൊ മഴയത്ത് നനഞ്ഞ് നല്ല ഷർട്ടായിരുന്നു, അയ്യോ അതൊക്കെ അങ്ങോട്ട് ഒലിച്ചു പോയി, ഇട്ടിരുന്ന ഫൗണ്ടേഷനും സൺസ്ക്രീനും ഒക്കെ അങ്ങോട്ട് ഒലിച്ചു പോയി. ഓക്കെ, അതെന്തായി, അപ്പൊ എന്തായി, അൺസർട്ടനിറ്റി ഉണ്ടായില്ലോ. അപ്പൊ ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കുടയും കയ്യിൽ പിടിച്ച് പോയാൽ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഇരിക്കെ പല കമ്പനീസിലും ഹൈ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ഉണ്ട്. അതായത് വലുതായിട്ട് ഒന്നിനെ കാര്യങ്ങളെയും ഒരു അൺസർട്ടനിറ്റി ഉണ്ടായാൽ തന്നെ ആളുകൾ എത്രത്തോളം അൺകംഫർട്ടബിൾ ആണ്. അയ്യോ ഇത് പെട്ടെന്നൊരു സാധനങ്ങൾ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് സ്ട്രെസ് അടിച്ച് ഇരിക്കുന്ന കുറെ ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഹൈ അൺസർട്ടനിറ്റി ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, വ്യക്തമായ കോഡ് ഓഫ് കണ്ടക്ട് അവർ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഈ അവോയ്ഡൻസ് ഫാക്ടർ ലോ ആണെങ്കിൽ, അതായത് കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അവര് റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകും. ഓക്കെ ശരി ഇത് വരാൻ ചാൻസ് ഉണ്ട്, ഇപ്പൊ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, നമുക്ക് പോവാം, കയ്യിലൊരു കുട എടുത്താൽ മതി, നമുക്ക് ഇറങ്ങി പോവാം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് എന്ത് റിസ്ക് എടുക്കാനും അവർ തയ്യാറാണ്, നമുക്ക് അവിടേക്ക് എത്തിയേ പറ്റൂ, മഴയാണെങ്കിൽ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവും. പക്ഷെ ഹൈ അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ആണെങ്കിൽ അയ്യോ ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, നമുക്ക് പോകണ്ട, നമുക്ക് നാളെ എങ്ങാനും പോവാം. അങ്ങനെ പോകുമ്പോൾ നാളത്തോടെ കാര്യം കഴിയും. ഇപ്പൊ നമ്മുടെ ഒരു ക്രിക്കറ്റ് മാച്ച് കാണാനായിട്ട് നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് പോകണം, അയ്യോ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇന്ന് പോകണ്ട എന്ന് വിചാരിച്ചിരുന്ന ആ ക്രിക്കറ്റ് മാച്ച് മുടങ്ങും ചെയ്യും. നാളെ ചിലപ്പോൾ മാച്ച് ഉണ്ടാവില്ല. കാരണം നാളെ പിറ്റേ ദിവസം നമ്മൾ പോയിട്ട് അയ്യോ ഇന്നലെ നടത്ത ക്രിക്കറ്റ് മാച്ച് കാണാനായിരുന്നു, ഇന്നലെ മഴയായിട്ട് ഞങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞാൽ ആ സ്റ്റേഡിയത്തിലെ ആൾക്കാർ നമ്മളോട് എന്ത് പറയും എന്ന് ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതാണ്. ഓക്കെ,
പിന്നെ വരുന്നത് ഇൻഡിവിജ്വാലിറ്റി വേഴ്സസ് കളക്റ്റിവിസം. അപ്പൊ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഐ, കളക്റ്റീവ് എന്ന് പറയുമ്പോൾ വി, ഐ വി. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്താൽ തന്നെ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തായി, എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും, അതുകൊണ്ട് എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവാണ് എന്ന് പോകുന്ന ഒരു മൈൻഡ് സെറ്റിനെയാണ് ഇൻഡിവിജ്വലാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ കളക്റ്റീവിസം എന്ന് പറയുന്നത് കുറെ പേര് കൂടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ ടീം വർക്ക് എന്ന കാര്യം പറയാം. ഇപ്പൊ ഒരാൾ ചെയ്യുന്ന പണി ഒരു ടീമായിട്ട് ചെയ്താൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാനും പറ്റും, അതുപോലെ തന്നെ ഉദ്ദേശ കാര്യം വേഗം നടത്തി കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഈ ഇൻഡിവിജ്വലി ചിന്തിക്കുന്ന ഒരാൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റിവാർഡ്സ്, ഓക്കെ, വേറെ ആർക്കും എന്താ സംഭവിച്ചു എന്ന് നമുക്കറിയണ്ട, അവർക്ക് എനിക്ക് കിട്ടേണ്ടത് കിട്ടണം. അതായത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. അതായത് വലിയ കാര്യമാണ്, എനിക്ക് എൻ്റെ കാര്യം കിട്ടണം, ബാക്കിയുള്ളവർ എന്ത് ചെയ്യണു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ കളക്റ്റിവിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ടീം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവര് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നവര് ഓക്കെ, ഒരു ടീമായിട്ട് തന്നെ നമുക്ക് എല്ലാം ഒരുമിച്ച് നേരിടാം എന്ന് പറഞ്ഞ് ഒരു ഫുട്ബോൾ ടീം അങ്ങോട്ട് നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി പോവാണ്. അതായത് കോർഡിനേഷൻ ആണ്. നീ മറ്റേയാളെ കവർ ചെയ്യുമ്പോൾ ഞാൻ ഇന്നയാളെ കവർ ചെയ്യും, അപ്പോൾ നീ അവിടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഒരു ടീമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അവരുടെ മിടുക്ക് പോലെ ഇരിക്കും. പക്ഷെ ഒരാള് അവനവന് വേണ്ടി മാത്രം കളിച്ചാൽ ചിലപ്പോൾ എന്തായാലും ടീം തോറ്റു എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അത് നമ്മുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ടീം വർക്ക് എന്ന് നമ്മൾ പല സിനിമകളിലും പിന്നെ ഫുട്ബോളേഴ്സും പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ കളക്റ്റിവിസം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് പവർ ഡിസ്റ്റൻസ്. അതായത് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ചിൽ നിന്നുണ്ടാവുന്ന പവറും ഈ സ്വിച്ചിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു പവർ ഉണ്ട്, അതായത് ഇലക്ട്രിസിറ്റി. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, ഈ കാര്യമല്ല നമ്മൾ പഠിക്കാൻ പോണത്. അഗെയിൻ ഫണ്ണി, വെരി ഫണ്ണി. ഓക്കെ, അതായത് ഈ പവർ എങ്ങനെയാണ് ഒരു കമ്പനിയിൽ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത് എന്നുള്ളതാണ്. അതായത് ഈക്വൽ പവർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഹൈ പവർ, ഇപ്പൊ പവർ ഡിസ്റ്റൻസ് ഹൈ ആണെങ്കിൽ, അതായത് ഇപ്പോൾ ആകെ കൂടി വരുന്നത് ഒരു എംപ്ലോയിയും പിന്നെ ഒരു ബോസ് ആണെങ്കിൽ ഇടയിൽ ആരും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ പിന്നെ ഇവർക്ക് എന്താവും, ഇവർക്ക് എപ്പോഴും ഒരു പേടിയായിരിക്കും, ഇവരോട് എങ്ങനെ കാര്യങ്ങൾ പറയണം, ഇനി പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ, അതുപോലെ തന്നെ എന്നെ ചിലപ്പോൾ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമോ, കാരണം എനിക്ക് വേണ്ടി ഇടയിൽ നിന്ന് സംസാരിക്കാൻ ആരും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ അവര് മാക്സിമം അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പറയും. ഇനിയിപ്പോ ഇത് കുറവാണ്, ഇപ്പോ ഈ എംപ്ലോയിക്ക് മുകളിൽ ഒരു മാനേജർ ഉണ്ട്, അതിന്റെ മുകളിലാണ് നമ്മുടെ ഓണർ വരുന്നത് നോക്കിക്ക. ഓക്കെ, അപ്പോഴെന്താ, ഈ പവർ ഡിസ്റ്റൻസ് കുറഞ്ഞു. ഓക്കെ, എനിക്ക് ഇങ്ങേരോട് പറഞ്ഞാൽ മതി, ഇനി ആവശ്യമുണ്ടെങ്കിൽ മുകളിലിരിക്കുന്ന ആളെ അറിഞ്ഞാൽ മതി. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് ഉള്ള കോൺഫിഡൻസ് കൂടും. ഇവിടെ ആകുമ്പോൾ കോൺഫിഡൻസ് കുറയും, കാരണം ഇടയിൽ ആരും സംസാരിക്കില്ല, ഞാനും പിന്നെ ആ തലപ്പത്തിരിക്കുന്ന ആളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും വന്നാൽ ഡയറക്റ്റ്ലി എനിക്ക് തന്നെ കേൾക്കും, വലിയ പ്രശ്നവും, ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളിൽ ഇവർക്കൊരു പേടി ഉണ്ടാവും. പക്ഷെ ഇവിടെയാണെങ്കിലോ ഇതിന്റെ മുകളിൽ ഒരാളുണ്ട്, അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം, അങ്ങനെ കാര്യങ്ങൾ നടത്തി കിട്ടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഹോഫ്സ്റ്റെഡ് മോഡലിന്റെ 6 ഡയമെൻഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഒന്നുകൂടി പറയാം: ഇൻഡൾജൻസ് വേഴ്സസ് റെസ്ട്രെയിന്റ്, ലോങ് ടേം വേഴ്സസ് ഷോർട്ട് ടേം, മാസ്കുലിനിറ്റി വേഴ്സസ് ഫെമിനിറ്റി, അൺസർട്ടനിറ്റി അവോയ്ഡൻസ്, ഇൻഡിവിജ്വാലിറ്റി വേഴ്സസ് കളക്റ്റിവിസം, പിന്നെ പവർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓർഗനൈസേഷൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങോട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്തുക, എന്നിട്ട്
ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോയുടെ ബാക്കി കാണാം. കാരണം ആൻസർ കണ്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ കാരണം എക്സാം എഴുതാൻ പോണത് ആരാ? ഈ സ്ക്രീനിന്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക. എന്നിട്ട് ഇത് ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടിയും പ്ലേ ചെയ്യും. ഓക്കെ, അപ്പൊ വേഗം സോൾവ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് തന്നെ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ പറയണത് എന്താ? ജോൺ ബിഗിൻസ് എ ന്യൂ ജോബ് അറ്റ് എ കമ്പനി and he discovers that unlike his previous job, all staff members dress casually. അപ്പൊ ചോദ്യമാണ്, വിച്ച് ലെവൽ ഓഫ് കൾച്ചർ ആണ് ജോൺ ഒബ്സർവിങ്? അപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിൽ നിങ്ങൾക്കൊരു കാര്യം, നമ്മുടെ നേരത്തെ പഠിച്ച ഈ എഡ്ഗാർ ഷെയ്ന്റെ മോഡലിന്റെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അവര് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെയാണ്? പക്ഷെ 4 ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. 3 ലെയേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും വായിച്ചു നോക്കിയിട്ട് ആദ്യം നമ്മൾ തെറ്റുത്തരം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് ശരി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ നിന്ന് തുടങ്ങാം. ബേസിക് അസംഷൻസ്. ഈ ബേസിക് അസംഷൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആൾക്കാർക്ക് അവരവരുടെ ഉള്ളിലുള്ളൊരു വിശ്വാസങ്ങളും പിന്നെ അവര് പറഞ്ഞ് വിശ്വസിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ ബേസിക് അസംഷൻസ് അല്ലെങ്കിൽ അണ്ടർലൈങ് ബിലീഫ്സ് എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, അവരെന്തൊക്കെ ഈ കമ്പനിയെ കുറിച്ച് അസ്യൂം ചെയ്യുന്നു അതാണ്. അപ്പൊ ഇവിടെ എന്താ? മെമ്പേഴ്സ് ഡ്രസ് കാഷ്വലി. ഈ കാഷ്വലി ഡ്രസ് ചെയ്യുന്നത് അവര് വിശ്വസിച്ച് വരുന്നതല്ല, ഇവിടുത്തെ രീതി അങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് ഇൻഫോർമൽ റൂൾസ്. ഒന്ന് ഓർത്ത് നോക്കൂ. ഓക്കെ, നമ്മൾ ആ പറഞ്ഞ ലേയേഴ്സിൽ ഇങ്ങനൊരു സാധനം ഉണ്ടോ? ഓക്കെ, ഇതൊരു ഇൻഫോർമൽ റൂൾ തന്നെയാണ്. അതായത് ഫോർമലായിട്ട് ഡ്രസ് ചെയ്യണ്ട എന്നുള്ളത് ഇൻഫോർമൽ റൂളാണ്. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് വിച്ച് ലെവൽ ഓഫ് കൾച്ചർ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 3 ലെവൽസിൽ ഇങ്ങനൊരു സാധനം ഇല്ല. അപ്പൊ ഇതും നമ്മൾ ഉറപ്പിച്ചോളൂ, ഇതും അല്ലായിരുന്നു. പിന്നെ എസ്പൗസ്ഡ് വാല്യൂസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതാണ് ഞങ്ങൾ ഏറ്റവും മൂല്യമായിട്ട് നമ്മൾ വിലയിരുത്തി കാണുന്നത് ഇങ്ങനൊരു സാധനമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കാഷ്വലായിട്ട് ഡ്രസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ആൾക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതുമല്ല. പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ ഇതാണ്, ആർട്ടിഫാക്ട്സ്. ഈ ആർട്ടിഫാക്ട്സും ഇതായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ഇപ്പൊ നോക്കൂ. ഉണ്ടല്ലോ. അതായത് ഇങ്ങനെയാണ് ആൾക്കാർ ഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കമ്പനിയിലെ ആളാണ്. എവിടെ ആൾക്കാർ ഇങ്ങനെയാണ് ഡ്രസ് ചെയ്യുന്നത്, എനിക്ക് പ്രത്യേകിച്ച് യൂണിഫോം ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇങ്ങനെ ഒരു കാര്യമാണ് എന്ന് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പലരും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഇൻഫോർമൽ റൂൾസ് അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻസർ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻഫോർമൽ റൂൾ തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്. അപ്പൊ ഇത് നോക്കാതെ നേരെ പോയിട്ട് അങ്ങനെ ചെയ്താൽ തന്നെ കിട്ടാവുന്ന 2 മാർക്കും കൂടി ഇങ്ങോട്ട് പോയി. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനും ഓപ്ഷൻസും മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് വായിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യുക. ഒരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ നോക്കാം. ആൻസർ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ചാൾസ് ഹാൻഡീസ് കൾച്ചറൽ സ്റ്റീരിയോടൈപ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ അബവ് ഓർഗനൈസേഷണൽ ടൈപ്പ് സ്ട്രക്ചർ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ടീച്ചിങ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു സ്കൂളിൽ തന്നെ നമുക്ക് എടുക്കാം. അവിടെ ഇത് കോഴ്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതായത് സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെ ചെയ്യാം. അതായത് ടീച്ചിങ് സ്റ്റാഫ് ടു കോഴ്സ് പ്രോഗ്രാം മാനേജേഴ്സ് ആൻഡ് സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ വിച്ച് കോഴ്സ് ദേ ടീച്ച് ആൻഡ് അപ്പോൺ പെർട്ടിക്കുലർ സബ്ജക്ട്. അതായത് ഓരോ ടീച്ചർ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ടാസ്ക് ഉണ്ട്. ഓക്കെ, അതിന്റെ പേരിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണത്. അതായത് ഫിസിക്സ് ടീച്ചർക്ക് ഫിസിക്സിന്റെ കാര്യം നോക്കിയാൽ മതി, കെമിസ്ട്രി ടീച്ചർക്ക് കെമിസ്ട്രി നോക്കിയാൽ മതി,
ബാക്കി ഹ്യൂമാനിറ്റീസിന്റെ ടീച്ചറും കാര്യങ്ങൾ നോക്കാൻ വേറെ ഒരാളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ഉണ്ട്, അതനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ടാസ്ക് ആണ് ശരിയുള്ള ഉത്തരം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണം. നമ്മൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ നമ്മുടെ എക്സാം കിറ്റിലും നമ്മുടെ സ്റ്റഡി ഹബിലും പോയി നോക്കിയാൽ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എന്താ, ഈ എക്സാം ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് അവസാനം ചിലപ്പോൾ എക്സാമിന് അതേ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് ACCയിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഈ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കില്ല എക്സാമിന്. ഓക്കെ, അപ്പൊ എക്സാമിന് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതുമായിട്ട് നിങ്ങൾക്ക് ഫെമിലിയറൈസ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇപ്പൊ ചിലപ്പോ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ വേർഡിങ്സും ആ കൊടുത്തിരിക്കുന്ന സിനാറിയും ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി വൺസ് അഗൈൻ ഐ എം സെയിങ്, മാക്സിമം നമ്പർ ഓഫ് ടൈംസ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ എന്നിട്ട് അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോയി എഴുതിയാൽ എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് അടുത്ത ക്ലാസ് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.